Welcome back to Edu 2.0. Plus 2 economics 1 mark questions previous year question പേപ്പറിലുള്ള ഒരുപാട് 1 mark questions ആണ് നമ്മൾ ഇന്ന് വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമുക്കിനി നാളെയാണ് എക്സാം. അപ്പോൾ വിത്തിൻ എന്താ പറയുക ഓരോ വീഡിയോസ് പഠിക്കുമ്പോഴും നിങ്ങൾ എത്രയും വേഗം ടൈം കളയാതെ ഫോക്കസ് ഏരിയ പോലെ എക്സാം ഓറിയന്റഡ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 1 mark questions ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ 1 mark നോക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയും ഒരു 8 മാർക്കോളം 1 mark വരുന്നുണ്ട്. First question, the goods and services which are purchased and used by its ultimate consumers are known as consumer goods. അപ്പോൾ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താ അൾട്ടിമേറ്റ് യൂസ് അല്ല ഉണ്ടാവുക. അപ്പോൾ കൺസ്യൂമർ ഗുഡ്സ് ആണ് അൾട്ടിമേറ്റ് യൂസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. Then a firm cannot vary all its input in their production process. If so, which of the following is associated with above statement? ഏതാണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലാണ് പറയുന്നത് ഷോർട്ട് റണ്ണിലെ എല്ലാ ഇൻപുട്ടും നമുക്ക് വാരി ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് വൺ, ദ ഇൻപുട്ട് യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് നോൺ ആസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാണെന്ന് നമുക്കറിയണം. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ആണ് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ കേട്ടോ. ദെൻ ദ ഡിമാൻഡ് കർവ് ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലെ ഡിമാൻഡ് കർവ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും, കാരണം പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ആണ് മലയാളം സ്റ്റുഡൻസും കൂടി നോക്കുക, നമ്മൾ ഇംഗ്ലീഷ് ആണ് പഠിച്ചു പോകുന്നത്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് associated with the problem of choice? ഇതാണ് scarcity of resources ആണ്. Then P1 x1 plus P2 x2 equal to m. അതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് P1 by P2 ആയിരിക്കും. P1 x1 plus P2 x2 എന്ന് പറയുന്നത് എന്താണ്? ബജറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. ആ ബജറ്റ് ലൈനിന്റെ സ്ലോപ്പിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. Then എപ്പെക്സ് മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കിനെ എപ്പെക്സ് മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ വിളിക്കും കേട്ടോ. ആനുവൽ ഫംഗ്ഷണൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എ ഗവൺമെന്റ് ഇസ് നോൺ ആസ് ബഡ്ജറ്റ് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഷോസ് കൺസംഷൻ ഫംഗ്ഷൻ? അതായത് കൺസംഷനും ഇൻകം തമ്മിലുള്ളതിനെയാണ് നമ്മൾ കൺസംഷൻ ഫംഗ്ഷൻ സി ബാർ പ്ലസ് സി വൈ. അപ്പോൾ വൈ എന്ന് പറയുന്നത് ഇൻകാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നോക്കുന്നത്. നെക്സ്റ്റ് ആണ് ദ മാർക്കറ്റ് ഇൻ വിച്ച് നാഷണൽ കറൻസീസ് ആർ ട്രേഡഡ് ഈസ് നോൺ ആസ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്. അതായത് പലതരം കറൻസികളെല്ലാം വന്നു പോകുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലാണ്. ഓക്കെ, അപ്പോൾ 1 മാർക്കുകൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാണ്. 2023 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അവിടെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എ ഗുഡ് ദാറ്റ് ഈസ് നോൺ റെവൈൽ ആൻഡ് നോൺ എക്സ്ക്ലൂഡബിൾ. ഏതാണ്? പബ്ലിക് ഗുഡ്സ് ആണ്. പ്രൈവറ്റ് ഗുഡ്സ് അപ്പോൾ എന്തായിരിക്കും? ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, പിന്നീട് ഉപയോഗിക്കും തോറും തീർന്നു പോവാത്ത ഗുഡ്സുകൾ ഏതാണ്? പബ്ലിക് ഗുഡ്സ് ആണ്. ദെൻ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിന്റെ വാല്യൂ ലൈസ് ബിറ്റ്വീൻ 0 to 1. നമുക്കറിയാം MPCയും MPSും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ആണ് കിട്ടുക. അപ്പോൾ 1ന്റെ ഉള്ളിലാണ് ഇതിന്റെ ആൻസർ. 0യുടെയും 1ന്റെ ഉള്ളിൽ പോയിന്റ് വൈസ് ആയിരിക്കും ആൻസർ. ഫോർ ഹും ടു പ്രൊഡ്യൂസ്, ആ പ്രോബ്ലം ആരുടെ റിലേഷൻ ആണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ആണ്. ആർക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത് പറയുന്നത് നാഷണൽ ഇൻകത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദെൻ ഷോർട്ട് റൺ ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത് മിനിമം പോയിന്റ് ഓഫ് AVC. പ്രൈസ് ലൈനിന്റെ മിനിമം പോയിന്റ് ഓഫ് AVCയും പ്രൈസ് ലൈനും കൂട്ടിമുട്ടുന്ന ഒരു പോയിന്റ് ആണ് ഷട്ട് ഡൗൺ പോയിന്റ്. ഷോർട്ട് റണ്ണിൽ ഷട്ട് ഡൗൺ പോയിന്റ്. അപ്പൊ ലോങ് റണ്ണിൽ ഷട്ട് ഡൗൺ പോയിന്റ് ഏതായിരിക്കും? പ്രൈസ് ലൈനും LRAC കർവും ആയിരിക്കും കേട്ടോ. ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് റെഗുലേറ്റ് ദ മണി സപ്ലൈ RBI ആണ്. അപ്പൊ RBI നെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് 1 വേർഡ് ഉണ്ടായിരിക്കും കേട്ടോ. ദെൻ ഇഫ് കൺസ്യൂമർ ഇൻകം ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫോർ ഇൻഫീരിയർ ഗുഡ്സ് ഡിക്രീസസ്. ഇൻഫീരിയർ ഗുഡ്സ് നമ്മൾ ഇൻകം ഉണ്ടെങ്കിൽ ഇല്ലാതിരിക്കുമ്പോഴാണ് വാങ്ങുക. ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഫീരിയർ ഗുഡ്സ് നോക്കിയിട്ട് നമ്മൾ പോവില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റിലേക്ക് കിടക്കാം. മലയാളം സ്റ്റുഡൻസ് അതിന്റെ ആൻസർ നോക്കുക കേട്ടോ. ദെൻ ദ റേഷ്യോ ഓഫ് നോമിനൽ GDP ടു റിയൽ GDP ഏതാണ്? GDP ഡിഫ്ലേറ്റർ ആണ്. നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100 ആണ് കേട്ടോ അതിന്റെ ഇക്വേഷൻ വരുന്നത്. എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് മോർ ദാൻ ഇമ്പോർട്ട് ഗുഡ്സ്. എക്സ്പോർട്ട് കൂടുതലും ഇമ്പോർട്ട് കുറവും. ഇപ്പം ഏതാണ്? സർപ്ലസ് ആണ്. ഡെഫിസിറ്റ് എങ്ങനെയാണ് വരിക? ഇമ്പോർട്ട് ആയിരിക്കും കൂടുതൽ, എക്സ്പോർട്ട് കുറവായിരിക്കും. ബാലൻസ് എന്ന് പറഞ്ഞാൽ രണ്ടും ഈക്വൽ ആയിരിക്കും കേട്ടോ. ദെൻ LRAC കർവിന്റെ യു ഷേപ്പിനുള്ള കാരണം എന്താണ്? ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ ആണ്. ദെൻ വെൻ ഔട്ട്പുട്ട് ഈസ് 0 TVC വിൽ ബി 0. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഔട്ട്പുട്ട് 0 ആണെങ്കിൽ ഒരേ ഒരു കോസ്റ്റ് മാത്രമേ നമുക്ക് 0 ആവാതെ വാല്യൂ ഉള്ളത് ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് TFCയും TCയും ആണ്. TVCയും AFCയും AVCയും എല്ലാം 0 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇത്രയും 1 വേർഡ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ദെൻ മലയാളം സ്റ്റുഡൻസ് മലയാളം ക്വസ്റ്റ്യൻസ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാണ്. ജൂൺ 2020 സേ ആൻഡ് ഇംപ്രൂവ്മെന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് 1 വേർഡുകൾ നോക്കാം. ദ ഫസ്റ്റ് വൺ എപ്പെക്സ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ആണ്. ടോട്ടൽ റവന്യൂയും ടോട്ടൽ കോസ്റ്റ് നമ്മൾ ഡിഫറൻസിനെ നമ്മൾ പ്രോഫിറ്റ് എന്ന് വിളിക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എക്സാമ്പിൾ ഓഫ് ഇന്റർമീഡിയറ്റ് ഗുഡ്സ്? ഇന്റർമീഡിയറ്റ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊന്നും കൂടി
പ്രൊഡ്യൂസ് ചെയ്യണം, നമുക്കതിന് വേറെ വർക്കിലൂടെ കടന്നു പോകണം. ഇപ്പോൾ ഗോതമ്പ് ഡയറക്റ്റ് കഴിക്കാൻ പറ്റില്ല, നമ്മളത് പൊടിപ്പിച്ച് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി തന്നെ കഴിക്കണം. ബ്രെഡ് ആയാലും ടെലിവിഷൻ, കാറൊക്കെ ഫൈനൽ ഗുഡ്സ് ആണ്, കൺസ്യൂമർ ഗുഡ്സ് ആണ്, അൾട്ടിമേറ്റ് യൂസ് ആണ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റിലേറ്റഡ് ടു മാക്രോ എക്കണോമിക്സ്? മാക്രോ എക്കണോമിക്സിന്റെ എക്സാമ്പിൾ എന്താണ്? നാഷണൽ ഇൻകം, യൂട്ടിലിറ്റി, പ്രൈസ്, ഡിമാൻഡ്, അതെല്ലാം മൈക്രോ ആണ്, ഒരു യൂണിറ്റ് ആണ്. സി ബാർ പ്ലസ് സി വൈയിൽ സി ബാർ എന്താണ്? ഓട്ടോണമസ് കൺസംഷൻ ആണ്. സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി ഓഫ് എ കമ്മ്യൂണിറ്റീസ് നോൺ ആസ് യൂട്ടിലിറ്റി. വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ആണ് കേട്ടോ. ദെൻ മലയാളം കുട്ടികൾ അതേപോലെ തന്നെ അവരുടെ മലയാളം ആൻസേഴ്സ് നോക്കുക, തൊട്ട് താഴെ മലയാളമാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ 7th one, the price of one currency in terms of another is known as exchange rate. Then output per unitനെ നമ്മൾ വിളിക്കുന്ന പേര് ആവറേജ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗവൺമെന്റ് റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റിസീറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് റവന്യൂ ഡെഫിസിറ്റ്. TFC പ്ലസ് TVC എന്ന് പറയുന്നത് TC ആയിരിക്കും. ഇത് നല്ല എളുപ്പമുള്ള 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. മലയാളം കുട്ടികൾ ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ആണ് നമുക്ക് മാർച്ച് 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, 1 മാർക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. സ്റ്റീൽ ഷീറ്റ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഓട്ടോമൊബൈൽ, അത് ഇന്റർമീഡിയറ്റ് ഗുഡ്സ് ആണ് അല്ലെ. നമ്മൾ ഒരെണ്ണം ഈ സ്റ്റീൽ ഗുഡ്സ് ഷീറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു സാധനം കൺസ്യൂമർ ഗുഡ്സ് ഉണ്ടാക്കാനായിട്ടുള്ള സാധനമാണ്, അപ്പോൾ അത് ഇന്റർമീഡിയറ്റ് ഗുഡ്സിലേക്കാണ് പോവുക. ഓക്കെ, JM കീനസ് മാക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മാക്രോ എക്കണോമിക്സിന്റെ ഇവല്യൂഷനുമായി ബന്ധപ്പെട്ട ആളാണ് JM കീനസ്. അദ്ദേഹത്തിന്റെ ബുക്കിലൂടെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ബ്രാഞ്ച് തന്നെ നമുക്ക് ഉണ്ടായിരിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ഫേംസ് ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റ് എന്താണ്? പ്രോഫിറ്റ് ആണ്. ദ റേറ്റ് ഇൻ വിച്ച് വൺ കറൻസി ഇസ് എക്സ്ചേഞ്ച് അനദർ വൺ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് ചോദിക്കും കേട്ടോ. നമുക്ക് എക്സ്ചേഞ്ച് റേറ്റ് എന്നോ റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടണം. നെക്സ്റ്റ് വൺ ആണ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ഡ്യൂ ടു കൺസംഷൻ ഓഫ് വൺ അഡീഷണൽ പ്രോഡക്റ്റ് ഇസ് നോൺ ആസ് മാർജിനൽ യൂട്ടിലിറ്റി. വൺ അഡീഷണൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ വൺ അഡീഷണൽ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം മാർജിനൽ ആയിരിക്കും. മാർജിനൽ പ്രൊഡക്റ്റ് ആവാം, മാർജിനൽ യൂട്ടിലിറ്റി ആവാം, മാർജിനൽ കോസ്റ്റ് ആയിരിക്കാം. വൺ അഡീഷണൽ എന്നുള്ള വേർഡ് നിങ്ങളവിടെ ശ്രദ്ധിക്കാം. ഓക്കെ, GDP എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതിൻ്റെ കൂടെ നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് ആഡ് ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണ്. പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് യൂണിറ്ററി ഇലാസ്റ്റിക് ഈക്വൽ ടു 1 ആയിരിക്കും. ദെൻ ഇത് രണ്ട് ഒളിഗോപ്പൊളി നമുക്ക് എക്സാമിന് ഇല്ല, അതുകൊണ്ടാണ് അത് വിട്ടിട്ടിരിക്കുന്നത് കേട്ടോ. ദെൻ നെക്സ്റ്റ് ആണ് മലയാളം സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കുന്നത് ജൂലൈ 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 1 മാർക്ക് ശ്രദ്ധിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബജറ്റ് ലൈൻ ഇക്വേഷൻ? ഏതാണ്? P1x1 plus P2x2 equal to m. Which of the following take shape of rectangular ഹൈപ്പർബോള? AFC കർവ് മാത്രമാണ് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറഞ്ഞ ഷേപ്പിലുള്ളത്. ബാക്കിയുള്ളതെല്ലാം യു ഷേപ്പ്ഡ്, ഇൻവേഴ്സസ് ഷേപ്പ്ഡ് ഒക്കെയാണ്. അപ്പോൾ AFC അതായത് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് ആണ് റെക്ടാങ്കുലർ ഹൈപ്പർബോള. ശ്രദ്ധിക്കുക കേട്ടോ. ചിലപ്പോൾ നമുക്ക് എക്സാമിന് ഷേപ്പ് ഓഫ് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റ് ആവും ചോദിക്കുക. അപ്പോൾ റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് നിങ്ങൾക്ക് അറിയണം. ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻസ് ആർ പ്രൈസ് ടേക്കേഴ്സ് ആണ്. ഓക്കെ, പ്രൈസ് മേക്കേഴ്സ് അല്ല, ടേക്കേഴ്സ് ആണ്. ഹൂ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്? JM കീനസ് ആണ്. മോഡേൺ മാക്രോ എക്കണോമിക്സിന്റെ ആണ് JM കീനസ്. മോഡേൺ എക്കണോമിക്സിന്റെ ആദം സ്മിത്ത് ആണ്. മാക്രോ എക്കണോമിക്സിന്റെ ഫാദർ JM കീനസ് ആണ് കേട്ടോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സ്റ്റോക്ക് എന്ന് പറയുന്നത് മണി സപ്ലൈ ആണ്. ഇൻവെസ്റ്റ്മെന്റും നാഷണൽ ഇൻകം പ്രോഫിറ്റും ഒക്കെ ഒഴുകിക്കൊണ്ടിരിക്കും, അതൊരു ഫ്ലോ വേരിയബിൾ ആണ്. ഡീവാലുവേഷൻ ഓഫ് കറൻസി നമുക്ക് എവിടെയാണ് വരിക? എക്സ്ചേഞ്ച് റേറ്റിലാണ്. കറൻസിയുടെ വാല്യൂ കൂടുക, ഡീവാല്യൂ നടത്താന്നൊക്കെ പറയുന്നത് എക്സ്ചേഞ്ച് റേറ്റിലാണ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് റെപ്രസെന്റ് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആകുമ്പോൾ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, ദെൻ 1 മാർക്ക് ക്വസ്റ്റ്യൻസിനുള്ള മലയാളം സ്റ്റുഡൻസ് അവരുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. നെക്സ്റ്റ് ആണ് ഇൻ എ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് വിത്ത് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേം ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് ഈക്വൽ ടു മിനിമം പോയിന്റ് ഓഫ് AC ആയിരിക്കും. മിനിമം പോയിന്റ് ഓഫ് AC ആണ്. ദെൻ GDPയുടെ കൂടെ നെറ്റ് ഫാക്ടർ ഇൻകം ആഡ് ചെയ്താലേ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. ഇത് 2 ക്വസ്റ്റ്യൻ പേപ്പറിലാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. മേ ബി നമുക്ക് നല്ല രീതിയിൽ ശ്രദ്ധിക്കാം, റിപ്പീറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് നല്ലപോലെ ശ്രദ്ധിക്കാം. ദെൻ മാർച്ച് 2022 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കുന്നത്. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് മണി എഴുതിയത് ആരാണ്? JM കീനസ് ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് റവന്യൂവും കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കേട്ടോ. ദെൻ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് നോർമൽ പ്രോഫിറ്റ് ആണ് അവിടെ കിട്ടുക. ബ്രേക്ക് ഈവൻ പോയിന്റിൽ നോർമൽ പ്രോഫിറ്റ് ആണ് കിട്ടുക. വാണ്ട് സാറ്റിസ്ഫൈയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് യൂട്ടിലിറ്റി ആണ്. ദെൻ സ്റ്റോക്ക് വേരിയബിൾ, കഴിഞ്ഞതിൽ നമുക്ക് സ്റ്റോക്ക് ചോദിച്ചിരുന്നു. അപ്പോൾ ഫ്ലോ വേരിയബിൾ നിങ്ങൾ നോക്കുക. സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽത്ത് ആണ്. ഇൻകം, ഇൻവെസ്റ്റ്മെന്റ്, GDP ഒക്കെ ഒഴുകിക്കൊണ്ടിരിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡ് ഇൻ ദ കറന്റ് അക്കൗണ്ട് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ്? ഏതാണ്? ട്രേഡ് ഇൻ ഗുഡ്സ് ആണ്. BOP ഉൾപ്പെടുത്തുക. ദെൻ ഒളിഗോപ്പിയുടെ ചാപ്റ്റർ നമുക്ക് സ്കിപ്പിംഗ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ
പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഫോളോയിങ് എന്താണ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മൾ ഡിഗ്രി ഓഫ് ഇപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കേണ്ടത് ഡിഗ്രി ഓഫ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് നല്ല രീതിയിൽ 1 മാർക്കിൽ പോകുന്നുണ്ട് കേട്ടോ. ദ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത് മിനിമം പോയിന്റ് ഓഫ് എസി ആയിരിക്കും. ദെൻ നോമിനൽ ജി ഡി പി റിയൽ ജി ഡി പി പറയുന്നത് ജി ഡി പി ഡിഫ്ലേറ്റർ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റഡ് ആണ്, ക്വസ്റ്റ്യൻസ് എല്ലാം റിപ്പീറ്റഡ് ആണ്, ശ്രദ്ധിക്കാം. മാർച്ച് 2021 ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് ആദം സ്മിത്ത് ആണ്. പ്രോബ്ലം ഓഫ് ചോയ്സസ് സ്കാർസിറ്റി ഓഫ് റിസോഴ്സസ് ആണ്. വാണ്ട് സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി യൂട്ടിലിറ്റി ആണ്. ദെൻ ഡിപ്രീസിയേഷൻ ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റുമായി പല ഡിഫറൻസ് നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ടോട്ടൽ റവന്യൂ പെർ യൂണിറ്റ് ആവറേജ് റവന്യൂ ആണ്. ദെൻ സപ്ലൈ റിമെയിൻ കോൺസ്റ്റന്റ് ഡിമാൻഡ് ഡിക്ലൈൻ ഇക്വിലിബ്രിയം പ്രൈസ് എന്നുള്ളത് ഡിക്രീസ് ആവും. സപ്ലൈ കോൺസ്റ്റന്റ് ആക്കിയിട്ട് ഡിമാൻഡ് കുറയുമ്പോൾ ഇക്വിലിബ്രിയം നമുക്ക് കുറയും. അത് വരച്ച് നോക്കിയാൽ അറിയാം കേട്ടോ. സെൻട്രൽ ബാങ്ക് RBI ആണ്. ദെൻ APC എന്ന് പറയുന്നത് C/Y ആണ് കേട്ടോ. APS എന്ന് പറയുന്നത് S/Y ആയിരിക്കും കേട്ടോ. ദെൻ കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാം. 2 സെക്ടർ ഇക്കോണമിയിൽ ആരൊക്കെ ഉണ്ടാവുക? ഫേമും ഹൗസ് ഹോൾഡ് ആണ് ഉണ്ടാവുക. വാട്ട് ഡസ് പോയിന്റ് ഇൻസൈഡ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്താണ്? അണ്ടർ യൂട്ടിലൈസേഷൻ ആണ്. അതിന്റെ മേലെ എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ആണ്. പുറത്ത് ഗ്രോത്ത് ഓഫ് റിസോഴ്സ് ആണ്. ദെൻ ക്യാപിറ്റൽ റിസീപ്റ്റ്, ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ റിസീപ്റ്റ് ഏതാ? സെയിൽ ഓഫ് ഷെയർസ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. നമ്മൾ 1 മാർക്ക് മാത്രമേ നോക്കുന്നുള്ളൂ. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയിൽ എല്ലാ ഇമ്പോർട്ടൻറ്റ് എക്കണോമിക് ആക്ടിവിറ്റീസും ആരാണ് തീരുമാനിക്കുക? ഗവൺമെന്റ് ആയിരിക്കും. മൈക്രോ എക്കണോമിക്സിന് എക്സാമ്പിൾ പഠിക്കുക. ഇൻഡിവിജ്വലിസ്റ്റിക് ആണ്, അഗ്രിഗേറ്റ് അല്ല. ഇതിൽ നാഷണൽ ഇൻകം, നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഒക്കെ നാഷണൽ ലെവലാണ്. ഇൻഡിവിജ്വൽ ഇൻകം ആണ് ഇതിൽ പെട്ടാട്ടോ. ദെൻ മോഡേൺ ഇക്കണോമിക്സ് ആരാണ്? ആദം സ്മിത്ത് ആണ്. മാക്രോ എക്കണോമിക്സ് JM കീനസ് ആണ്, മറക്കരുത്. പിന്നെ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ്, ആ ബുക്ക് ഉണ്ടാക്കിയത് 1936 പബ്ലിഷ് ചെയ്തത്. പിന്നെ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി കുറയുമ്പോൾ അതിന്റെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുക, പ്രൈസസ്. ദെൻ ഫേമിന്റെ റവന്യൂ എന്ന് പറയുന്നത് MRഉം ARഉം ഈക്വൽ ആവുന്ന പോയിന്റ് ആയിരിക്കും പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. നാഷണൽ ഇൻകം ഇന്ത്യയുടെ നമ്മൾ കണ്ടുപിടിക്കുക NNPFC ആണ്. NNPFC നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഫാക്ടർ കോസ്റ്റിൽ. ഇൻ ഇന്ത്യ കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സിറ്റുവേഷൻ വേർ മാർക്കറ്റ് ഡിമാൻഡ് ഈക്വൽസ് ടു മാർക്കറ്റ് സപ്ലൈ ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ എക്സസ് സപ്ലൈ എന്ന് പറയുന്നത് സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് മലയാളം കുട്ടികൾ നിങ്ങളുടെ ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് നോക്കുക. ബഡ്ജറ്റ് ഇൻ വിച്ച് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഗ്രേറ്റർ ദാൻ ഗവൺമെന്റ് റവന്യൂ ഡെഫിസിറ്റ് ബഡ്ജറ്റ് ആയിരിക്കും. 2 സെക്ടർ ഇക്കോണമിയിലെ ഓട്ടോണമസ് കൺസപ്ഷൻ നമ്മൾ C ബാർ ഇട്ടിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ പിന്നീടുള്ള ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എക്കണോമിക്സ് 2021 സെയിലെ ക്വസ്റ്റ്യനിലാണ്. ക്വസ്റ്റ്യൻസിലെ ബേസിക് എക്കണോമിക് ഡിസിഷൻ സെൻട്രലി പ്ലാനിൽ എടുക്കുക ഗവൺമെന്റ് ആയിരിക്കും. ടോട്ടൽ റവന്യൂയും ടോട്ടൽ കോസ്റ്റ് തമ്മിൽ ഡിഫറൻസ് പ്രോഫിറ്റ് ആയിരിക്കും. ദെൻ സെൻട്രൽ പ്രോബ്ലത്തിൽ ചോയ്സ് ഓഫ് ടെക്നോളജി നമുക്ക് വിടാം. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെയാണ് നമ്മൾ നിർമ്മിക്കുക. ഗുഡ്സ് ആർ കൺസ്യൂമർ ടുഗദർ, രണ്ടെണ്ണം ഒരുമിച്ച് കൂടിയിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിന് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്നാണ് പറയുക. ഇപ്പോൾ ഷൂവും സോക്സ് ഒക്കെ പോലെ. ദെൻ GDP പ്രൈസിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുണ്ടെങ്കിൽ അത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് മാർക്കറ്റ് പ്രൈസ് ആയിരിക്കും. Then economic state whether financial transaction are done through transfer of digital information, cashless transaction ആണ് കേട്ടോ. Then next ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Which among the following variable are increased during Great Depression? Great Depressionന്റെ സമയത്ത് എന്താ ഉണ്ടായിരുന്നത്? അൺഎംപ്ലോയ്മെന്റ് ആണ് ഇൻക്രീസ് ആയത്. പ്രൊഡക്ഷനും ഡിമാൻഡും എക്കണോമിക് ഗ്രോത്തും അല്ല, തൊഴിലില്ലായ്മയാണ് കൂടിയത്. ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ ഈക്വൽ ടു 1 ആയിരിക്കും. Then an enquiry into nature and causes of nation, അത് എഴുതിയത് ആദം സ്മിത്ത് ആണ്. Then next one, which among the following is example of price floor? Price floor എന്ന് വെച്ചാൽ മിനിമം വേജ് ലെജിസ്ലേഷൻ ട്ടോ. എക്സാമ്പിൾ പഠിക്കുക. പോസിറ്റീവ് കൺസംഷൻ അറ്റ് 0 ലെവലിൽ ഇൻകം ഓട്ടോണമസ് കൺസംഷൻ ആയിരിക്കും. അതായത് 0 ആണെങ്കിലും നമുക്ക് അവിടെ കൺസംഷൻ ഉണ്ടായിരിക്കും. ഇൻകം 0 ആണെങ്കിലും അവിടെ കൺസംഷൻ ഉണ്ടെങ്കിൽ അത് ഓട്ടോണമസ് കൺസംഷൻ ആയിരിക്കും. നെക്സ്റ്റ് വണ് ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് എഴുതിയത് JM കീനസ് ആണ്. സെൻട്രൽ പ്ലാൻഡ് ഇക്കോണമിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുക ഗവൺമെന്റ് ആയിരിക്കും. ദെൻ സപ്ലൈയുടെ റൈറ്റ് വേർഡ് ഷിഫ്റ്റിന് ഏതെങ്കിലും ഒരു കാരണം എന്താണ്? ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് പാരലൽ ടു എക്സ് ആക്സിസ് ആയിരിക്കും. ഓക്കെ, ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. ഫിനാൻഷ്യൽ ഇയർ, നമ്മുടെ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ 1 ഏപ്രിൽ ടു 31 മാർച്ച് ആണ് കേട്ടോ. 31 മാർച്ച് ആണ്, ജനുവരി ടു ഡിസംബർ അല്ല. അത് ബഡ്ജറ്റിന്റെ ചാപ്റ്ററിലാണ് നമുക്ക് വരുന്നത്. ദെൻ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയുടെ ഫീച്ചേഴ്സ് അല്ലാത്തത് തന്നിരിക്കുന്നതിൽ പ്രൈവറ്റ് ഓണർഷിപ്പ്, പ്രോഫിറ്റ് മോട്ടീവ്, പ്രൈസ് മെക്കാനിസം, പ്ലാനിങ് മെക്കാനിസം ആണ്. പ്ലാനിങ് നമുക്ക് സോഷ്യലിസ്റ്റിലാണ്, മീൻസ് നമ്മുടെ ഗവൺമെന്റുകൾ തീരുമാനമെടുക്കുന്ന ഇക്കോണമിയിലാണ്
പ്ലാനിങ് മെക്കാനിസം വരിക. ദെൻ ബജറ്റ് ലൈൻ ഇക്വേഷൻ P1x1 + P2x2 = M ആയിരിക്കും. ഫ്രീ എൻട്രി ഓഫ് എക്സിറ്റ് ഓഫ് ഫേമിൽ എൻഷുർ എന്താണ് നോർമൽ പ്രോഫിറ്റ് എങ്ങനെയും അവർക്ക് ഉണ്ടായിരിക്കും കേട്ടോ. ദെൻ C = C ബാർ + C വരെ C ബാർ എന്താണ് ഓട്ടോണമസ് കൺസംഷൻ ആണ്. ആ സ്മോൾ c എന്താണ് ഈ സ്മോൾ c മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. B ആണ് കേട്ടോ സ്മോൾ C ബാർ ചോദിച്ചു കഴിഞ്ഞാൽ സ്മോൾ c നമുക്ക് എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ നമുക്കത് കിട്ടണം. ഓക്കെ, നെക്സ്റ്റ് ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ റവന്യൂ റിസിപ്റ്റ്. ഏതാണ് റിക്കവറി ഓഫ് ലോൺ ആണ്, ബാക്കിയൊക്കെ റവന്യൂ റിസിപ്റ്റിൽ പെടും. ദെൻ കറന്റ് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്, ബാലൻസ് ഓഫ് പേയ്മെന്റിൽ കറന്റ് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് പെടുക കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ JM കീനസിന്റെ ബുക്കിന്റെ പേര് പഠിക്കണം, ഇയർ പഠിക്കണം. അതിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിലാണ് കാണുന്നു. ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് മണി ആണ്. സെൻട്രലി പ്ലാൻഡ് ഇക്കോണമിയുടെ ഫീച്ചേഴ്സ് നോക്കുക, ഗവൺമെന്റ് ആണ് ഡിസിഷൻ എടുക്കുക. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കലി പാരലൽ ടു എക്സസൈസ് ആയിരിക്കും. പിന്നെ അതർ തിങ്സ് ആർ ബീങ് ഈക്വൽ, പ്രൈസ് ഓഫ് എൻ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് ഇൻക്രീസ് ആകുന്നു. ഇക്വിലിബ്രിയം പ്രൈസ് ആണ് കേട്ടോ. ഇത് നമുക്ക് ഈ ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ =1 ആണ്. =1 ആണെങ്കിലാണ് നമുക്ക് ഈ എം ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വൺ അക്കോർഡിംഗ് ടു മാക്രോ ഇക്കണോമിക്സ് വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ 4 മേജർ സെക്ടർ. ഏതാണ്? ഫേം, ഗവൺമെന്റ്, എക്സ്റ്റേണൽ സെക്ടർ കൂടാതെ 4ാമത്തെ സെക്ടർ ഏതാണ്? ഹൗസ് ഹോൾഡ് ആണ്, പ്രൈവറ്റ് സെക്ടർ അല്ല. ദെൻ എ പ്രൊഡക്ഷൻ തിയറി മാർജിനൽ പ്രൊഡക്റ്റ് ഇനീഷ്യലി ഇൻക്രീസ് ആവും, പിന്നീട് ഒരു ലെവൽ കഴിഞ്ഞാൽ കുറയും. അതേതാണ്? ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ ആണ്. അത് പഠിക്കാം, ലോ ഓഫ് വാരിയബിൾ പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ ഇത്രയും 1 മാർക്ക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ ഒരുപാട് റിപ്പീറ്റഡ് ആണ്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇതിൽ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയും അതുപോലെ GDP ഡിഫ്ലേറ്ററും എല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. RBIയുടെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. ദെൻ നമുക്ക് JM കീനസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതായത് JM കീനസ് മാക്രോ എക്കണോമിക്സിന്റെ ഫാദർ ആണ്. ആദം സ്മിത്ത് മോഡേൺ എക്കണോമിക്സിന്റെ ഫാദർ ആണ്. അതൊക്കെ തെറ്റിക്കാതിരിക്കുക. പിന്നെ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡും സപ്ലൈയും 0 ആകുമ്പോൾ എന്താണ് വരിക, 1 ആകുമ്പോൾ എന്താണ് വരിക, അതൊക്കെയാണ് 1 മാർക്കിലേക്ക് പോയിരിക്കുന്നത്. ഓരോ കർവുകളുടെയും ഷേപ്പിന്റെ പേര് പഠിക്കണം. ദെൻ സ്ലോപ്പിന്റെ ഡെഫിനേഷൻസ് പഠിക്കണം. അങ്ങനെ ഒരുപാട് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്, തെറ്റിക്കാതിരിക്കുക, ശ്രദ്ധിച്ച് ചെയ്യുക. പെട്ടെന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. കോസ്റ്റുകളും പ്രൊഡക്റ്റുകളും ഇന്റർമീഡിയറ്റ് ഗുഡ്സുകളും എല്ലാം റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നുണ്ട്. അപ്പെക്സ് ബോഡിയും നമുക്ക് ചോദിക്കാറുണ്ട്. RBI സെൻട്രൽ ബാങ്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.